മഹാദേവന്റെ നടരാജ നൃത്തത്തിന്റെ കഥ അറിയാമോ? ഒരിക്കൽ നാസ്തികരായ ഏതാനും ഋഷികളെ നേരിടാൻ ശിവനും സ്ത്രീരൂപം ധരിച്ച വിഷ്ണുവും കൂടി ഒരു വനത്തിലെത്തി. ഋഷികൾ മായാപ്രയോഗം കൊണ്ട് ശിവനെ എതിർത്തു. ഒരു കടുവയുടെ രൂപം ധരിച്ച് ശിവനെ ആക്രമിക്കാനെത്തിയ ഋഷിയെ ഭഗവാൻ നൃത്തം ചെയ്തുകൊണ്ട് നേരിട്ടു. കടുവയെ പിടിച്ച് അതിന്റെ തോൽ ചീന്തി ഒരു തുണി പോലെ ശിവൻ ശരീരത്തിൽ ധരിച്ചു. പിന്നീട് ഘോരരൂപിയായ ഒരു സർപ്പം എതിരിട്ടപ്പോൾ ഭഗവാൻ അതിനെ പിടിച്ച് കഴുത്തിലണിഞ്ഞു. അതിനുശേഷം ഹ്രസ്വകായനായ മുയലകൻ എന്ന ഒരു ഭീകരസത്വം ഓടിയടുത്തു. മഹാദേവൻ തന്റെ കാലിന്റെ പെരുവിരൽ അതിന്റെ മുതുകിൽ ചവിട്ടിഞ്ഞെരിച്ച് നൃത്തം ചെയ്തു. ഉയർത്തിയ രണ്ട് കരങ്ങളിലും ഡമരുവും അഗ്നിയും, താഴെ ഒരു കൈകൊണ്ട് വരമുദ്രയും മറ്റേ കൈകൊണ്ട് ഉയർത്തിയ കാലിലേക്കും ചവിട്ടിഞ്ഞെരിക്കുന്ന അസുരനിലേക്കും ചൂണ്ടുകയും ചെയ്യുന്ന 4 കൈകളുള്ള നടരാജനൃത്തത്തിന്റെ ഉദ്ഭവം ഇങ്ങനെയാണ് എന്നു പറയപ്പെടുന്നു. നടരാജന്റെ വലത് കൈയിലെ ഉടുക്ക് പിറവിയുടെ ശബ്ദം പുറപ്പെടുവിക്കും. ഇടത് കൈയിലെ അഗ്നി നാശത്തിന്റെ ചിഹ്നമാണ്. 2 കൈകളും സമനിലയിൽ ഉള്ളത് എന്തിനേയും തുല്യതയോടെ കാണണം എന്നതിന്റെ സൂചനയാണ്. നടരാജന്റെ രണ്ടാമത്തെ വലത് കൈ അഭയഹസ്തം കാട്ടുന്നു. ഈശ്വരനെ വിശ്വസിച്ചാൽ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ഈശ്വരൻ രക്ഷിക്കും എന്നാണ് ഇതിന്റെ സൂചന. നടരാജന്റെ രണ്ടാമത്തെ ഇടത് കൈ തൂക്കിയ പാദത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ഈശ്വരനെ പ്രാർത്ഥിച്ചാൽ മായിൽ നിന്നും മോചനം ലഭിക്കും എന്നതാണ് ഇതിന്റെ പൊരുൾ. നടരാജന്റെ വലത് കാൽ താഴെക്കിടക്കുന്ന അസുരനെ മർദ്ദിക്കുന്നത് തിന്മകളെ അതിജീവിക്കണം എന്നതിന്റെ സൂചനയാണ്. നമഃ ശിവായ. നമഃ ശിവായ.